on the fluid which is being handled by the machine element. അതാണ് പോസിറ്റീവ്. ഈ മൂന്ന് കാര്യങ്ങൾ നോക്കുക ഇവിടെ. അതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് ഒരു നോർമലി നമ്മളെല്ലാം വീട്ടിൽ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്താണ്? സൈക്കിളിന് കാറ്റടിക്കുന്ന പമ്പ്, എയർ പമ്പ്. Then the second figure shows a human heart. It's also a pump or blood pump ചെയ്യുന്നത്. So it is similar to a positive. It falls in the positive displacement type machine. And the third figure ആണെങ്കിലും ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ ചേമ്പറിന്റെ അകത്തുള്ള എയറിനെ ഫസ്റ്റ് ഇതെടുക്കുകയാണെങ്കിൽ ചേമ്പറിന്റെ അകത്ത് നമ്മൾ പുഷ് ചെയ്യുമ്പോൾ that fluid will be moving as a whole and it will be leaving from the other end. അപ്പോൾ ഏത് ഡയറക്ഷൻ വെന്റ് ഉണ്ടെങ്കിൽ ആ വെന്റ് വഴി ഇത് പുറത്തേക്ക് പോകും. So there is no dynamic action on the fluid. The fluid അതിന്റെ വോളിയം എന്താണോ ആ വോളിയത്തിന്റെ അകത്ത് എത്ര ഫ്ലൂയിഡ് ആണോ എൻ്റർ ചെയ്തേക്കുന്നത് അത്രയും ഫ്ലൂയിഡ് തന്നെ അതിനെ പുഷ് ചെയ്ത് കളയുക എന്നുള്ള രീതിയിലുള്ളതാണ്. അതേ സംഭവമാണ് ഇവിടെ ഗിയർ പമ്പിന്റെ കേസിലായി കഴിഞ്ഞാൽ ചെയ്യുമ്പോൾ ആ രണ്ട് ഗിയേഴ്സിന്റെ ഒരു സൈഡിൽ നിന്ന് ഫ്ലൂയിഡ് എൻ്റർ ചെയ്യും. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ഈ റൊട്ടേഷൻ അനുസരിച്ചിട്ട് ആ സൈഡിലുള്ള ഫ്ലൂയിഡിനെ പുഷ് ചെയ്ത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് വന്ന് അത് ലീവ് ചെയ്യുക ചെയ്യുന്നു. അപ്പൊ അവിടെ ഈ ഹാൻഡിൽ ചെയ്യുന്ന ഈ ഫ്ലൂയിഡിനെ എന്തെങ്കിലും ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സോ അങ്ങനെ വന്നിട്ടത് ഇറ്റ് ഈസ് നോട്ട് ബീങ് ത്രോൺ ഔട്ട്, ഇറ്റ് ഈസ് ജസ്റ്റ് പുഷ്ഡ് ഫ്രം വൺ പാർട്ട് ഓഫ് ദി ഡിവൈസ് ടു ദി അനദർ പാർട്ട്. അപ്പൊ അത് ക്ലാസിഫിക്കേഷൻ വരുന്നതാണ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓൾവേസ് they are used to handle smaller flows വരുന്ന കേസിൽ. അതുപോലെ തന്നെ they are also classified into as low speed machines. അതിന്റെ സ്പീഡ് വളരെ കുറവാണ്. അപ്പൊ ഈ ടൈപ്പ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ് ആയാലും എയർ കംപ്രസേഴ്സ് തന്നെ ഇങ്ങനെയുള്ള കംപ്രസർ ആയാലും അല്ല വേറെ ഏതെങ്കിലും യൂണിറ്റ് ആയി കഴിഞ്ഞാലും positive displacement machines are classified as low speed machines. There will be a rotating element. Normally പമ്പിലാണെങ്കിൽ പമ്പിന്റെ കേസിൽ നമ്മൾ ഇമ്പല്ലർ എന്ന് പറയും, ടർബൈൻസ് ഒക്കെയാണ് റണ്ണർ എന്ന് പറയും. അപ്പൊ അവിടെ വരുന്ന ഫ്ലൂയിഡ് വാട്ടർ ആണെങ്കിൽ ആ വരുന്ന ഫ്ലൂയിഡ് it will be coming, it will be coming from the reservoir and it will be entering the chamber in which that runner or impeller is positioned. Enter ചെയ്യുമ്പോൾ എന്താണ് ഈ വന്ന് സ്ട്രൈക്ക് ചെയ്യും. പമ്പിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ സെൻട്രിഫ്യൂഗൽ പമ്പ്, ഫോർ എക്സാമ്പിൾ സെൻട്രിഫ്യൂഗൽ പമ്പ് ഇസ് എ ടർബോ മെഷീൻ. സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ impeller റൊട്ടേറ്റ് ചെയ്യുമ്പോൾ a vacuum will be created inside that chamber. അതിന്റെ അകത്ത് വാക്യൂം ഉണ്ടാകുമ്പോൾ ഈ റിസർവോയറിൽ നിന്നുള്ള ലിക്വിഡ് റൈസ് ചെയ്ത് ചേമ്പറിലോട്ട് വന്ന് ഫില്ലാവും. എന്നിട്ട് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് എന്താ പറ്റുന്നത്, ഇത് ഈ ഫ്ലൂയിഡിനെ അതിന്റെ ഇത് എൻ്റർ ചെയ്യുന്ന സെന്റർ ആണെങ്കിലും അവിടെ നിന്ന് വിൽ ബി ത്രോൺ ഇൻ ടു ഇറ്റ് വിൽ ബി റൊട്ടേറ്റഡ്. ആ ചേമ്പറിന്റെ അകത്ത് ഇടുന്ന ഇതിനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇതിനെ ഇറ്റ് വിൽ ബി ത്രോൺ ഇൻ ടു ദി ഡെലിവറി സൈഡ് ഓഫ് ദി പമ്പ്. സോ ദർ ഈസ് സം action done by the pump element on the fluid. So adana nammal dynamic action nu parayunnathu. So we can classify such machines as turbo machines. Turbo nu parayunnadinte rotating ennulla meaning aa varunathu. അപ്പോൾ ഇതിൽ തന്നെ രണ്ട് ക്ലാസിഫിക്കേഷൻ നമ്മൾ ഓൾറെഡി നേരത്തെ പറയുന്നതിന്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു പോയതാണ്. There are turbo machines which are absorbing power and generating power. അബ്സോർബിംഗ് പവർ എന്ന് പറഞ്ഞാൽ പവർ നമ്മൾ യൂസ് ചെയ്തിട്ട് റൺ ചെയ്യുന്നത്, അതാണ് പമ്പ്, ഫാന്, കംപ്രസേഴ്സ്. അപ്പൊ അതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്, ഫ്ലൂയിഡ് ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ ഫ്ലൂയിഡ് സ്റ്റോറേജ് അങ്ങനെയുള്ള കേസ് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പമ്പ്, ഫാന്, കംപ്രസേഴ്സ് ദേ ആർ അബ്സോർബിംഗ് പവർ ആൻഡ് ഡെലിവറിംഗ് ദി ഔട്ട്പുട്ട്.
Then the second classification is power generating machines. Power generating machines an example are the turbines, the hydraulic and gas turbines. So that how the fluid machines are classified. One is positive displacement. We can call them as static type. And in positive displacement bound, there is no dynamic action on the fluid. Whereas the second category of fluid machine is turbo machines, where there is a rotating element which will be extracting the energy from the fluid. Extract ചെയ്യുക അല്ലെങ്കിൽ ഇപ്പോൾ ടർബൈൻ ആണെങ്കിൽ ഫ്ലൂയിഡ് എനർജി എക്സ്ട്രാക്ട് ചെയ്തിട്ട് നമുക്ക് പവർ ആയിട്ട് മാറ്റും. അതേസമയം പമ്പ്സ് ആണെങ്കിൽ വിൽ ബി ആഡിങ് എനർജി ടു ദ ഫ്ലൂയിഡ്. ഫ്ലൂയിഡ് എനർജി ആഡ് ചെയ്യുമ്പോഴാണ് അതിന് ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തോട്ട് പോകാനുള്ള ഒരു ഇത് കിട്ടുന്നത്. And based on that, you can classify these turbo machines into power absorbing machines and power generating machines. Okay. Then again, you can classify it based on different criteria. Just അറിഞ്ഞിരിക്കുക, വായിച്ച് എന്താണ് നിങ്ങൾ ടെക്സ്റ്റോ അല്ലെങ്കിൽ അത് വായിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ടേംസ് വരും, അതിന്റെ അനാലിസിസ് വരുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. So according to the function, you can classify them as already നമ്മൾ പറഞ്ഞു turbines and pumps ആയിട്ട്. ഇതൊന്ന് പവർ അബ്സോർബിംഗ് ആണ്, പവർ ജനറേറ്റിംഗ് ആണ്. Then the direction of flow, the സമ്പിന്ന് ഇപ്പൊ പമ്പാണെങ്കിൽ തന്നെ സമ്പിന്ന് ഡെലിവറി സൈഡ്, അതായത് സക്ഷൻ സൈഡിൽ നിന്ന് ഡെലിവറി സൈഡിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇൻ ബിറ്റ്വീൻ ഇറ്റ് എൻറ്റർ ദ മെഷീൻ ആൻഡ് ലീവ് ദ മെഷീൻ. അപ്പൊ ഇത് എൻറ്റർ ചെയ്യുന്നതും ആ മെഷീനിൽ നിന്ന് ലീവ് ചെയ്യുന്ന ഡയറക്ഷനെ ബേസ് ചെയ്തിട്ടാണ്. യു ക്യാൻ ക്ലാസിഫൈ in these categories: axial flow turbine, axial flow machines, radial flow machines and mixed flow machines. Axial flow machines എന്ന് പറയുന്നത് ഈ പറയുന്ന ഡിവൈസിന്റെ അകത്തത് ആക്സിസിന്റെ ഡയറക്ഷനിൽ, അതായത് along the axis it flows. Inside that turbine or inside that compressor, the flow occurs in the direction parallel to the axis. അതാണ് axial flow turbines. അതേസമയം radial flow machines എന്ന് പറയുന്നത് ഒരു സർക്കുലർ എലമെന്റ് ആണ്. അപ്പൊ അതിന്റെ സെന്ററിൽ ഇത് എൻ്റർ ചെയ്ത് ഇറ്റ് വിൽ ബി മൂവിങ് ഔട്ട്വേർഡ് ഡയറക്ഷൻ ആൻഡ് ഇറ്റ് വിൽ ലീവ് ഫ്രം ദ മെഷീൻ ഫ്രം ദി ഔട്ടർ ടിപ്പ്. അപ്പൊ ഇതൊരു കാറ്റഗറിയാണ്. ഔട്ടർ ടിപ്പിൽ എൻ്റർ ചെയ്തിട്ട് സെന്ററിൽ ലീവ് ചെയ്യുന്നതാവും. ബേസ്ഡ് ഓൺ ദാറ്റ്, റേഡിയൽ ഫ്ലോ മെഷീൻസിന് ഫർദർ വി ക്യാൻ ക്ലാസിഫൈ ഇൻടു ഔട്ട്വേർഡ് ഫ്ലോ ടർബൈൻസ്, ഔട്ട്വേർഡ് റേഡിയൽ ഫ്ലോ, ഇൻവേർഡ് റേഡിയൽ ഫ്ലോ. ഔട്ട്വേർഡ് റേഡിയൽ ഫ്ലോ എന്ന് പറയുന്നത് ആ റൊട്ടേറ്റിംഗ് എലമെന്റിന്റെ സെന്ററിൽ എൻ്റർ ചെയ്തിട്ട് ഇറ്റ് വിൽ ഫ്ലോസ് അലോങ് ദി റേഡിയൽ ഡയറക്ഷൻ ആൻഡ് ലീവിംഗ് ഫ്രം ദി ഔട്ടർ ടിപ്പ്. അതാണ് ഔട്ട്വേർഡ് ഫ്ലോ. തിരിച്ചുള്ളത് ഇൻവേർഡ് ഫ്ലോ റേഡിയൽ ടർബൈൻസ് എന്ന് പറയുന്നത് ആ ഇംപെല്ലറിന്റെ ഔട്ടർ ടിപ്പിൽ എൻ്റർ ചെയ്തിട്ട് ഇറ്റ് ഫ്ലോസ് അലോങ് ദി റേഡിയൽ ഡയറക്ഷൻ ആൻഡ് ഫ്രം ദി സെന്റർ ഓഫ് ദാറ്റ് ഇംപെല്ലർ it will be leaving the machine. Then fixed entry actually ആയിരിക്കും ലീവ് ചെയ്യുന്ന റേഡിയൽ ഡയറക്ഷനിൽ. ഇത് മിക്സഡ് ഫ്ലോ മെഷീൻസ് പറയുന്നത്. ഇതിങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. Then another important classification is based on how this energy transfer occur inside that machine. അതിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ഒന്ന് impulse turbines, impulse machines and reaction machines. Impulse turbo machines and reaction turbo machines. അതിൽ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ഇമ്പൾസ് മെഷീൻസ് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ ഒരു ടർബൈൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇഫ് യു ആർ കൺസിഡറിംഗ് എ ടർബൈൻ എന്ന് പറയുന്നത് അതിന്റെ അഡീഷണൽ ആക്സസറീസ് ആണ് പെൻസ്റ്റോക്ക് എന്ന് പറയുന്നത്. റിസർവെയർ എവിടെയാണോ നമ്മൾ ഫ്ലൂയിഡ് നമ്മൾ സ്റ്റോർ ചെയ്തേക്കലായിരിക്കും, ബിൽഡിംഗ് അകത്തായിരിക്കും. റിസർവെയർ വിൽ ബി സംവെയർ far away from that building. It may be ഒരു കിലോമീറ്റർ അപ്പുറത്തുള്ള ഡാം ആയിരിക്കും. അവിടെ നിന്നായിരിക്കും നമുക്ക് നമ്മുടെ ഈ ബിൽഡിങ്ങിനകത്തുള്ള ടർബൈനിലോട്ട്
ഫ്ലൂയിഡിനെ വാട്ടറിനെ പമ്പ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ വാട്ടറിനെ കൊണ്ടുവരേണ്ടത്. അപ്പൊ നമ്മള് ഡാംസ് എവിടെ എല്ലാം യൂസ് ചെയ്യാൻ അതിനാ പറയുന്നത് പെൻസ്റ്റോക്സ് എന്ന് പറയും. പെൻസ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ ലാർജർ ഡയമീറ്റർ ഉള്ള പൈപ്പിന്. ഇപ്പൊ നിങ്ങള് ഇടുക്കി ഡാം ഒക്കെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ പെൻസ്റ്റോക്സ് കണ്ടിട്ടുണ്ടാവും പലരും, ഇൻഡസ്ട്രിയൽ വിസിറ്റൊക്കെ പോയിട്ടുള്ളവരെ. പെൻസ്റ്റോക്സ് ഒരു ലാർജർ ഡയമീറ്റർ പൈപ്സ് ആണ്. അപ്പൊ അത് ഹ്യൂജ് പൈപ്പ് ലൈൻസ്. അതിന്റെ എൻഡില് വിൽ ബി ഹാവിങ് എ നോസിൽ. ഈ പറയുന്ന ഡാമിൽ റിസർവെയറിൽ നിന്ന് വാട്ടറിനെ കൊണ്ടുവന്ന് ഇതിന്റെ ഈ പെൻസ്റ്റോക്കിന്റെ ഇങ്ങേ എൻഡില് വിൽ ബി ഹാവിങ് എ നോസിൽ. നോസിൽ എന്ന് പറയുന്നത് എന്തിനാണ്? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എ നോസിൽ? ഹലോ ഹലോ നോസിലിന്റെ പർപ്പസ് എന്താണ്? ഫ്ലോയുടെ റേറ്റിനെ ആൻസർ മീ. ആക്സിലറേറ്റ് ചെയ്യാനായിട്ട്, അതായത് കൈനറ്റിക് എനർജി. അതെ, അതായത് the water which is supplied from the reservoir, it will be entering the nozzle, and at the exit of the nozzle we will be having a jet with larger or higher kinetic energy. അപ്പോൾ ഹൈ kinetic energy ഉള്ള ഒരു ജെറ്റ് ആയിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പെൻസ്റ്റോക്സിന്റെ ഇപ്പോഴത്തെ എൻഡില് ഒരു നോസിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. സോ ദ വാട്ടർ ജെറ്റ് വിത്ത് ഹൈ kinetic energy will be entering the turbine. അപ്പൊ അവിടെ ആ ആക്സിലറേഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ആ പറയുന്ന നോസിലിന്റെ അകത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഈ ടർബൈനിന്റെ അകത്ത് വേറെ ആക്സിലറേഷൻ ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ട്രാൻസ്ഫർ പറയുന്ന റണ്ണർ റൊട്ടേറ്റ്, ഈ ടർബൈന്റെ റൊട്ടേറ്റിംഗ് പാർട്ടിനെയാണ് ഞാൻ പറയുന്നത്. അതിൽ ഒന്ന് സ്ട്രൈക്ക് ചെയ്തിട്ട് ആ ഇമ്പാക്ടിന്റെ ഫലമായിട്ട് ഇത് റൊട്ടേറ്റ് ചെയ്യും. സോ ദാറ്റ് ദിസ് എനർജി, വാട്ടർ എനർജി വാട്ട് ഈസ് ഇമ്പോർട്ടന്റ് to the rotating element, that will be converted into the useful energy. Mechanical energy ആയിട്ട് മാറ്റും. ആ മെക്കാനിക്കൽ എനർജി പിന്നെ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ടഡ് ആക്കുന്നത്. അപ്പൊ അവിടെ ആ എനർജി ആക്സിലറേഷൻ എന്ന് പറയുന്നത് എൻറ്റയർ ദാറ്റ് ആക്സിലറേഷൻ വിൽ ബി ഡൺ ഇൻസൈഡ് ദാറ്റ് നോസിൽ. ഇതിന്റെ അകത്ത് പ്രഷർ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രഷറിന് എന്ത് പറ്റും? ഹൗ ദിസ് പ്രഷർ ആൻഡ് വെലോസിറ്റി ആർ റിലേറ്റഡ്? പ്രഷറും വെലോസിറ്റി എങ്ങനെ റിലേറ്റഡ് ആയിരിക്കുന്നത്? വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രഷർ എന്ത് പറ്റും? കുറയും. അതായത് എക്സ്പാൻഡ് ആണ്. നോസിൽസ് പറയുന്നത് ഫ്ലൂയിഡിനെ എക്സ്പാൻഡ് ചെയ്തു പറയും നമ്മള്. അതേസമയം നമ്മൾ ഒരു അതിന്റെ തിരിച്ച് ഡിഫ്യൂസർ എന്ന് പറയുന്ന ഒരു പാർട്ട് നോസിൽ ഫ്ലൂയിഡ് വിൽ ബി എക്സ്പാൻഡഡ് സോ ദാറ്റ് entire energy, pressure energy will be converted into kinetic energy. ഇതിന്റെ അകത്ത് പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതിന്റെ അകത്ത് ടർബൈനിന്റെ അകത്ത് മെഷീന്റെ അകത്ത് ഇൻലെറ്റിലും എക്സിറ്റിലും ഒരേ പ്രഷർ ആയിരിക്കും. there will not be any difference in pressure from inlet to exit of that machine. അപ്പൊ ആ ടൈപ്പിന് നമ്മൾ ഇമ്പൾസ് ടർബൈൻസ് എന്ന് പറയും, അല്ലെങ്കിൽ ഇമ്പൾസ് ടർബോ മെഷീൻസ് എന്ന് പറയും. എൻറ്റയർ എനർജി ട്രാൻസ്ഫോർമേഷൻ ട്രാൻസ്ഫർ അല്ല ഞാൻ പറയുന്നത്, ട്രാൻസ്ഫോർമേഷൻ. എങ്ങനെ ട്രാൻസ്ഫോർമേഷൻ ആയി? വാട്ടർ എന്ന് പറയുന്നത് ഹൈ ഒരു ഡാം റിസർവറിൽ ഇരിക്കുന്നതാണ്. ഇറ്റ് വിൽ ബി അറ്റ് എ സർട്ടൻ ഹൈറ്റ്. ആ പ്രഷറിൽ ഇരിക്കുന്ന അത്രയും പ്രഷറിൽ ഇരിക്കുന്ന വാട്ടർ ആണ് പെൻസ്റ്റോക്സ് വഴി കൊണ്ടുവന്ന് നോസിൽ എക്സ്പാൻഡ് ചെയ്തിട്ട് ടർബൈൻസിലോട്ട് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ എൻറ്റയർ എനർജി ട്രാൻസ്ഫോർമേഷൻ ഒരു ഫോമിൽ നിന്ന് വേറെ ഫോമിലോട്ട് മാറുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ആ എൻറ്റയർ ട്രാൻസ്ഫോർമേഷൻ ഓഫ് energy from pressure energy to kinetic energy will be done outside that machine. അത് ചെയ്യുന്നത് നോസിലിന്റെ അകത്താണ്. ഈ പറയുന്ന ടർബൈന്റെ അകത്ത് എൻ്റർ ചെയ്യുന്ന ഫ്ലൂയിഡിന് പ്രഷർ ചേഞ്ച് ഉണ്ടാവില്ല. ഇൻലെറ്റിൽ എക്സിറ്റിൽ ഒരേ പ്രഷർ. ഇത് ഇമ്പാക്ട് ചെയ്തുകൊണ്ട് ഇത് ഹൈ എനർജി വന്ന് ജെറ്റ് വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. എന്ത് സംഭവിക്കുന്നു? ഈ ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്യും. ആ പറയുന്ന ടർബൈന് ജനറേറ്ററുമായിട്ട് കപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ദെൻ ദിസ് മെക്കാനിക്കൽ എനർജി വിൽ ബി കൺവേർട്ടഡ് ഇൻടു ഇലക്ട്രിക്. അങ്ങനെയാണ് നമ്മൾ ഡാം പവർ സ്റ്റേഷനിൽ ഇലക്ട്രിക്കൽ എനർജി ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് ആ ടൈപ്പ് ഇതിനെ നമ്മൾ എന്ത് പറയുന്നത്? ഇമ്പൾസ് ടർബൈൻസ്. ടർബൈനാണ്. ഇടങ്ങളാണ് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത്. ഒന്ന് ഈ പറയുന്ന
കേസിൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നു. എനർജി ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുണ്ട്, രണ്ടാമത്തെ എനർജി ട്രാൻസ്ഫർ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇമ്പൾസ് മെഷീൻസിന്റെ കേസിൽ എനർജി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് വിൽ ബി outside, will be entirely, it will be done in that nozzle, and energy transfer occurs where inside that machine. Transfer എന്ന് പറയുന്നത് ആ എനർജി ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് മാറ്റുന്നത്. വാട്ടറിന്റെ എനർജി ഇമ്പാക്ട് ചെയ്ത് വാട്ടറിന്റെ ഇമ്പാക്ട് കൊണ്ടിട്ടാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ വി ആർ ട്രാൻസ്മിറ്റിംഗ് എനർജി. എനർജി ട്രാൻസ്ഫർ occurs inside that machine, energy transformation outside. അതേസമയം റിയാക്ഷൻ ടർബൈൻസിൽ എന്ന് പറയുന്നത് സംഭവിക്കുന്നുണ്ട്. അതായത് അവിടെയും റിയാക്ഷൻ മെഷീൻസ് ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നോസിൽസ് എന്നുള്ള രീതിയിൽ അവിടെ ഇല്ല. നോസിൽസ് ആർ നോട്ട് യൂസ്. ഇൻസൈഡ് നോസിൽസിന് പകരം നമ്മൾ ഫിക്സഡ് വെയിൻസ് എന്ന് പറയും, അല്ലെങ്കിൽ ഫിക്സഡ് ബ്ലേഡ്സ് എന്ന് പറയും. ഇതിന്റെ പാസേജസ് ആണ് ഈ പറയുന്ന ടർബൈൻസിലോട്ട്. ടർബൈനിന്റെ റൊട്ടേറ്റിംഗ് പാർട്ടിൽ എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് ഒരു ഫിക്സഡ് ബ്ലേഡ്സിൽ കൂടി ഇത് പാസ് ചെയ്തിട്ട് വരും. ആ ഫിക്സഡ് ബ്ലേഡ്സ് ഈ പറയുന്ന നോസിൽ എഫക്ട് ആണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ എനർജി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഈസ് പാർട്ട്ലി ഔട്ട്സൈഡ് ദാറ്റ് മെഷീൻ ആൻഡ് പാർട്ട്ലി ഇൻസൈഡ് ദാറ്റ് മെഷീൻ. അപ്പൊ പ്രഷർ എനർജി ഒരു പാർട്ട് നമ്മൾ കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ടഡ് ആവും ഫിക്സഡ് ബ്ലേഡ്സിൽ. അത് കഴിഞ്ഞിട്ട് ഇത് റൊട്ടേറ്റിംഗ് പാർട്ടിൽ ഇമ്പല്ലർ അല്ലെങ്കിൽ റണ്ണറിൽ എൻ്റർ ചെയ്യുമ്പോൾ റിമൈനിങ് പ്രഷർ എനർജി വിൽ ബി കൺവേർട്ടഡ് ഇൻടു കൈനറ്റിക് എനർജി. അതോടൊപ്പം തന്നെ ഈ എനർജിയെ എന്തായിട്ട് മാറ്റുന്നുണ്ട്, യൂസ്ഫുൾ എനർജി ആയിട്ട് പിന്നെ കൺവേർട്ട് ചെയ്യുന്നുണ്ട്, ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. വാട്ടർ എനർജി വിൽ ബി ട്രാൻസ്ഫേർഡ് ടു ആൻഡ് ഫൈനലി വിൽ ബി ഗെറ്റിംഗ് പവർ അറ്റ് ദി ഔട്ട്പുട്ട്. അപ്പോൾ റിയാക്ഷൻ മെഷീൻസിന്റെ കേസിൽ ഇൻസൈഡ് ദാറ്റ് ടർബൈൻ റൊട്ടേറ്റിംഗ് പാർട്ട് ബോത്ത് എനർജി ട്രാൻസ്ഫോർമേഷൻ ആസ് വെൽ ആസ് എനർജി ട്രാൻസ്ഫർ. അതേസമയം ഒരു ഇമ്പൾസ് മെഷീൻസിൽ വിത്തിൻ ദാറ്റ് റണ്ണർ വിത്തിൻ ദാറ്റ് മെഷീൻ ഓൺലി എനർജി ട്രാൻസ്ഫർ. എനർജി ട്രാൻസ്ഫോർമേഷൻ ഇല്ല, ട്രാൻസ്ഫർ മാത്രമേ ഉള്ളൂ. ഇതാണ് ആ രണ്ട് ഇത് തമ്മിലുള്ള വ്യത്യാസം. പറ്റില്ല. അനദർ ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്ത് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. എന്താണ് ഫ്ലൂയിഡിന്റെ ടൈപ്പിനനുസരിച്ച് ഇൻകംപ്രസിബിൾ ടർബോ മെഷീൻസ് ആൻഡ് കംപ്രസിബിൾ ടർബോ മെഷീൻസ്. അതായത് ഗ്യാസ് ടർബൈൻസിനും വാട്ടർ ടർബൈൻസും ഇത്രയും സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഇൻകംപ്രസിബിൾ എന്ന് പറയുന്നത് ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്സിനെ ഹാൻഡിൽ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ വാട്ടർ ഒരു ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്, ലിക്വിഡ്സിനെ ഹാൻഡിൽ ചെയ്യുന്ന മെഷീൻസിനെ ഇൻകംപ്രസിബിൾ ടർബോ മെഷീൻസ് എന്ന് പറയാം. അതായത് ഗ്യാസസ് ആണ് കംപ്രസിബിൾ ടർബോ മെഷീൻസ് ആണ്. Then another criteria is the manner in which the fluid moves through and around a machine. Shrouded or encased turbo machines, unshrouded open flow turbo machines, then extended or we can say extended turbo machines. So അത് ബേസ്ഡ് ഓൺ ഇതിന് കവറിംഗ് ഉണ്ടോ ഇല്ല എന്നുള്ളത്, ഇതിന് ഷ്രൗഡഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ, ഇത് ഈ പറയുന്ന റൊട്ടേറ്റിംഗ് പാർട്ട് എല്ലാം തന്നെ വളരെ സീൽഡ് ആയിട്ടുള്ള യൂണിറ്റിന്റെ അകത്താണെങ്കിൽ അങ്ങനെ ആവാം. അല്ലെങ്കിൽ അൺഷ്രൗഡഡ് ഓപ്പൺ ടൈപ്പ് വിൻഡ് മില്ല് ഒരു ടർബോ മെഷീനാണ്, നിങ്ങളെല്ലാം കണ്ടിട്ടുള്ളതാണ്. വിൻഡ് മിൽസ് ഓപ്പൺ ടൈപ്പ് ഇറ്റ് ഈസ്. ഏത് ടൈമോ അപ്പൊ ക്വാളിഫിക്കേഷൻ ഓഫ് ദി ടർബോ മെഷീൻസ്. ഓക്കെ, so with that I am ending today's session. ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് കരുതിയാൽ മതി. ഇതൊന്ന് വായിച്ചു നോക്കുക, സ്ലൈഡ്സിലുണ്ട്. You can prepare that one also. Okay, any doubts or any further explanation? ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ എൻ്റെ ഒരു സജഷൻ ആണ്, അത് എല്ലാ ഇതിലും പറയുന്നതാണ്. I hope that you have scribbled something in your notes. അല്ല, ഞാൻ ഈ പറയുന്നതോടൊപ്പം തന്നെ കേട്ടിരിക്കാൻ മാത്രമല്ല നമ്മൾ ക്ലാസ്സിൽ ചെയ്യുന്നത്. ഒരു പേജാണ്, 2 പേജാലും കുഴപ്പമില്ല. യു ടേക്ക് ദി ഫോട്ടോ കോപ്പി, സോറി ഐ മീൻ ഫോട്ടോ, അതിന്റെ ഫോട്ടോ എടുത്തിട്ട് യു ക്യാൻ അപ്ലോഡ് ഇറ്റ് ഇൻ ദി ക്ലാസ് റൂം. ഓക്കെ, ദാറ്റ് വിൽ ബി ഒരു ലിങ്ക് പ്രൊവൈഡ് ചെയ്ത് ഞാൻ ഇതിൻ്റെ അകത്ത് ക്ലാസ് വർക്ക് എന്നും പറഞ്ഞ ലിങ്ക് വരുന്നത്. എന്റെ സ്ലൈഡിലുള്ള മൊത്തം എഴുതി വെക്കാനല്ല ഞാൻ പറയുന്നത്, ഓർക്കുക. ഞാൻ ഈ പറയുന്ന PPT ഞാൻ ഇതിൻ്റെ അകത്ത് ഇടാം. ഇന്നിപ്പോൾ ക്ലാസ്സിന്റെ എടുത്ത പോർഷന്റെ PPT ഞാൻ ഈ ക്ലാസ് റൂമിൽ അപ്ലോഡ്